ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പച്ചരി കുതിർക്കുകയോ അരക്കുകയോ ഒന്നും ചെയ്യണ്ട കേട്ടോ. അതുപോലെ മൈദയും ചേർക്കാണ്ടാണ് നമ്മൾ ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ, വറുത്ത അരിപ്പൊടി തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഒരേ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ കപ്പളവ് എടുക്കുക. ഇനി അതേ ഗ്ലാസ് തന്നെ ഒരു 1/4 ഗ്ലാസ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്ക, അതുപോലെ ഒരു ചെറുപഴം കൂടെ ചേർക്കുന്നുണ്ട്. പഴം നിങ്ങൾക്ക് പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു പഴം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ്, 1.5 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള ശർക്കരപ്പാനിയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി. ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇനി ഇത് മാവ് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരപ്പാനി ബാക്കിയുണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക, ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടും ലൂസാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകവും അതുപോലെ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ വറുത്തിട്ട് നിങ്ങൾക്ക് ചേർക്കാം, നമ്മൾ നേരത്തെ നെയ്യപ്പത്തിലൊക്കെ ചേർത്തതുപോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായിട്ടുള്ള എണ്ണയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലും പെട്ടെന്ന് തന്നെ നല്ല പോലെ തന്നെ ആയി വരും. ഇനി നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മാവ് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളമോ ശർക്കരപ്പാനിയോ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അതുപോലെ തന്നെ ശർക്കര ചേർക്കുമ്പോൾ പല ശർക്കരയും പല മധുരമായിരിക്കും, അതാണ് ശർക്കരയുടെ ആ ഒരു അളവ് പറയാത്തത്. അപ്പോൾ ആ ശർക്കരപ്പാനി ഞാൻ 1.5 കപ്പ് പാനിയാക്കിയിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 200 ഗ്രാം ശർക്കര ഉരുക്കിയിട്ടുള്ള ഒരു അളവാണ് കേട്ടോ. ബാക്കി എല്ലാ മാവും നമുക്കിതുപോലെ തന്നെ കോരി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പല ശർക്കര ഞാൻ പറഞ്ഞല്ലോ, നല്ല നമ്മുടെ കുന്താണി ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഓരോ മാവിനും കുറേ വെള്ളത്തിൻ്റെ കുറച്ച് വ്യത്യാസം ഉണ്ടാകും, ഒരുപാട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ലൂസാക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മളിത് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, അരച്ച പാടന്നെ നമുക്കിതുപോലെ പൊരിച്ചെടുക്കുക. നമ്മൾ സോഡാപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല പോലെ തന്നെ നന്നായിട്ട് കിട്ടും. ഇതേ മാവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എണ്ണയൊന്നും കുടിക്കൂല, നല്ല ടേസ്റ്റാണ്. ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ പഴം ഒഴിവാക്കുക കേട്ടോ. പഴം ഇല്ലാണ്ട് പഴം വെച്ചിട്ടും നമുക്കിതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.